ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല മുളകിട്ട മുള്ളൻ കറി, അത് കുറച്ച് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ദോശയ്ക്കൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ ദൈ മുളക് ചാറങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലാണല്ല, പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിലും രുചികരമായിട്ട് വേറെ ഒന്നും തന്നെ കാണില്ല. അപ്പം നമുക്ക് തുടങ്ങാല്ലേ? അപ്പോൾ ഇതാ മുള്ളൻ, നല്ല വലിയ മുള്ളനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇത്രയും ഐറ്റംസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നതിന് മുളക് അങ്ങോട്ട് ചേർക്കുക, നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ പുളി ഏകദേശം ഒരു 15 മിനിറ്റോളമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. കുടംപുളിയാണ് പ്രധാനമായിട്ടും നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വാളംപുളിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാളംപുളി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പൊതുവേ മുള്ളൻ കറിക്ക് എന്ത് ചേർത്ത് കഴിഞ്ഞാലും, പുളിക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ചേർത്ത് കഴിഞ്ഞാലും, വിനാഗിരി ചേർത്ത് കഴിഞ്ഞാലും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളച്ച് ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലകളൊക്കെ എല്ലാം ആ ചാറിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ മീനിനെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ തിളച്ചു വന്നിരിക്കുന്ന മീനിലേക്ക് നമ്മൾ മീനിൻ്റെ വാലിൽ പിടിച്ച് ഓരോന്നേ ഇതേപോലെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ വാലിൽ പിടിച്ച് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ചാറൊക്കെ ഒന്ന് ചുറ്റിച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഒരല്പസമയം ഒന്ന്, അതായത് 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.